നമുക്ക് ആദ്യം തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കപ്പലണ്ടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ കപ്പലണ്ടി വേവാനുള്ള വെള്ളം കൂടിയും ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് വിസിൽ ഫുള്ളായിട്ട് പോയി. നമുക്കിതൊന്ന് കപ്പലണ്ടിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ഉണ്ട്. നമുക്കിതൊന്ന് ഊറ്റിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ആദ്യം തന്നെ ഒരു വലിയൊരു സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറിയൊരു കഷ്ണം തക്കാളി, ഒരു പച്ചമുളക്, അധികം എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ, അത് അധികം മൂത്തിട്ടുമില്ല. അപ്പോൾ അതും കൂടി നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മേളിൽ കുറച്ച് ഒരു പകുതി നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പകുതി നാരങ്ങ എടുത്തിട്ടുള്ളൂ, പിന്നെ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് നമ്മൾ കപ്പലണ്ടി വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി നോക്കിയിട്ട് നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിതിലോട്ട് കുറച്ച് നാരങ്ങയും കൂടിയും പിഴിയുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഒരു നാരങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. വീണ്ടും മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മിക്സിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇവിടെ കുട്ടികൾ ക്യാരറ്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കഴിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ക്യാരറ്റ് ഇടാഞ്ഞത്. ഇപ്പോൾ ഞാനിതിലാകെ തക്കാളിയും സവാളയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ നിങ്ങൾക്കിതിൽ ഇട്ട് കൊടുക്കാം. കഴിക്കാൻ പറ്റുന്നത്, പച്ചയ്ക്ക് കഴിക്കാൻ പറ്റാവുന്ന വെജിറ്റബിൾ നമുക്കിതിൽ എന്തും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണ്. ടേസ്റ്റി മാത്രമല്ല വളരെ ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ഓക്കെ ബൈ, താങ്ക് യു.